ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360യിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സ്നേഹപൂർവ്വം സ്കോളർഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആർക്കൊക്കെയാണ് ഈ സ്കോളർഷിപ്പിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുക, ആരാണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ളത്, ഈ സ്കോളർഷിപ്പ് വഴി എത്രയെല്ലാം എമൗണ്ട് ആണ് നമുക്ക് ലഭ്യമാക്കുക, ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. സ്നേഹപൂർവ്വം സ്കോളർഷിപ്പ് പദ്ധതി അച്ഛനോ അമ്മയോ അഥവാ ഇരുവരും മരണപ്പെട്ട കുട്ടികളെ ഉദ്ദേശിച്ചുള്ള സ്കോളർഷിപ്പാണിത്. ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള താല്പര്യമുള്ളവർക്ക് സ്കൂൾ വഴി ഡയറക്ട്ലി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഈ സ്കോളർഷിപ്പ് പദ്ധതി വഴി മാതാപിതാക്കളെ നഷ്ടമായിട്ട് പ്രധാനമായ സാമ്പത്തിക സഹായം ഇല്ലാത്ത കുട്ടികൾക്ക് വിദ്യാഭ്യാസം തുടങ്ങുന്നതിന് സഹായം ലഭ്യമാക്കുക എന്നതാണ് ഈ ഒരു സ്കോളർഷിപ്പിന്റെ പ്രധാന ഉദ്ദേശം തന്നെ. ഈ പദ്ധതി വഴി വിദ്യാർത്ഥികളെ ഭാവി സുരക്ഷിതമാക്കുക, ആ ഒരു അവസരം ഒരുക്കുക മാത്രമല്ല, സമൂഹത്തിലെ ദുരിതാശ്വാസ അവസ്ഥയിൽ വിദ്യാഭ്യാസത്തിന് ഒരു മുടക്കമുണ്ടാകുന്നതിൽ നിന്നും സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിലെ എല്ലാ എൻട്രൻസ് പരീക്ഷാ തയ്യാറെടുപ്പുകൾക്കും, സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻസുകൾക്കും, അപേക്ഷാ നടപടികൾക്കും, കരിയർ ഗൈഡൻസിനും, ഇത്തരത്തിലുള്ള എല്ലാ ന്യൂ അപ്ഡേഷൻസിനുമായിട്ട് നിങ്ങളുടെ സ്വന്തം ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യും. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. കുട്ടിയുടെ മാതാപിതാക്കളുടെ മരണം സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള രേഖകൾ, അതായത് മരണ സർട്ടിഫിക്കറ്റ്, അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ സാധുവായിരിക്കണം. സ്കോളർഷിപ്പിന്റെ അർഹതാ വ്യവസ്ഥകൾ, ഉദാഹരണത്തിന് വിദ്യാർത്ഥിയുടെ വയസ്സ്, സ്കൂളിന്റെ തരം, മതവിഭാഗം മുതലായ മുഴുവൻ പരിശോധിക്കണം. അതുപോലെ തന്നെ കേരളത്തിലെ മാതാപിതാക്കൾ ഒരാളെയോ അല്ലെങ്കിൽ ഇരുവരെയോ നഷ്ടപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം സ്കോളർഷിപ്പ്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഈ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം പൂർത്തിയാക്കാനും ശോഭനമായൊരു ഭാവി കെട്ടിപ്പടുക്കുന്നതിനും ഇത് സഹായകമാകുന്നു. സ്കോളർഷിപ്പിന്റെ ലക്ഷ്യവും എന്തൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാം. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാമ്പത്തിക സഹായം നൽകുക. കേരള സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ ആണ് ഈ ഒരു പദ്ധതി നടത്തുന്നത്. കേരളത്തിലെ താമസിക്കുന്ന മാതാപിതാക്കളിലെ ഒരാളെയോ അല്ലെങ്കിൽ ഇരുവരെയോ നഷ്ടപ്പെട്ട അനാഥ കുട്ടികൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാം. ഇതിന്റെ സ്നേഹപൂർവ്വം സ്കോളർഷിപ്പ് അപേക്ഷിക്കാനായിട്ട് പ്രധാനമായിട്ടും താഴെ പറയുന്ന യോഗ്യതകൾ ഉണ്ടായിരിക്കണം. മാതാപിതാക്കൾ ഒരാളെയോ അല്ലെങ്കിൽ ഇരുവരെയും നഷ്ടപ്പെട്ട വിദ്യാർത്ഥിയായിരിക്കണം. കേരളത്തിലെ സ്ഥിര താമസക്കാരായിരിക്കണം. കേരളത്തിലെ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ പ്രൊഫഷണൽ കോഴ്സുകളായ PG കോഴ്സുകൾ ഉൾപ്പെടെ പഠിക്കുന്ന വിദ്യാർത്ഥി ആയിരിക്കണം. വരുമാന പരിധി എന്ന് പറയുന്നത് BPL വിഭാഗക്കാർക്ക്, അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള BPL കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് വരുമാന പരിധി ബാധകമല്ല. APL വിഭാഗക്കാർക്ക്, APL വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്ക് കുടുംബ വാർഷിക വരുമാനം നിശ്ചിത പരിധിയിൽ താഴെയായിരിക്കണം. ഈ പരിധി ഓരോ വർഷവും സ്കോളർഷിപ്പ് പുതുക്കുന്നതിനനുസരിച്ചിട്ട് തന്നെ വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കാം. വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസ നിലവാരം അനുസരിച്ച് പ്രതിമാസം ധനസഹായം ലഭിക്കും. ഈ തുക ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് തന്നെ ലഭ്യമാകും. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അതായത് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് 300 രൂപയും, 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് 500 രൂപയും, 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന സ്റ്റുഡൻസിന് 750 രൂപയാണ് ഈ സ്കോളർഷിപ്പ് വഴി ലഭിക്കുക. ഡിഗ്രി പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്ന കുട്ടികൾക്ക് 1000 രൂപയും, അതുപോലെ PG കോഴ്സുകൾക്ക് ഉയർന്ന തുകയായ 1000-ൽ കൂടുതൽ രൂപയാണ് ഈ ഒരു സ്കോളർഷിപ്പ് വഴി ലഭ്യമാക്കുന്നത്. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, ഇതിനാവശ്യമായ രേഖകൾ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇതുപോലെയുള്ള എല്ലാ ന്യൂ അപ്ഡേഷൻസിനായിട്ട് നിങ്ങൾക്ക് ഇൻസൈറ്റ് 360 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പേജ് ഫോളോ ചെയ്യുകയും ചെയ്യുക. ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള അപേക്ഷ എങ്ങനെയാണ് നിങ്ങൾ സമർപ്പിക്കേണ്ടത്, അതായത് ഡയറക്ട്ലി നിങ്ങൾക്ക് സ്കൂൾസുകൾ വഴി സമർപ്പിക്കാം, അല്ലെങ്കിൽ ഇൻസൈറ്റ് 360 ആപ്പ് വഴി നിങ്ങൾക്ക് ഡയറക്ട്ലി ഞങ്ങളുടെ മെന്റേഴ്സുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാം. ഇതിനാവശ്യമായ പ്രധാന രേഖകൾ, അപേക്ഷയോടൊപ്പം നിങ്ങൾ സമർപ്പിക്കേണ്ട പ്രധാന രേഖകൾ എന്ന് പറഞ്ഞാൽ മരിച്ച മാതാപിതാക്കളുടെ മരണ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിരിക്കണം. അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ BPL വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ BPL സർട്ടിഫിക്കറ്റും, താമസ സ്ഥലം തെളിയിക്കുന്ന രേഖകൾ, ആധാർ കാർഡ്, റേഷൻ കാർഡ് തുടങ്ങിയ